കാറ്റത്തെ കിളികൂടിൻ്റെ പുതിയ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷിനോട് ആത്മാർത്ഥമായിട്ട് നിധി പറയുന്നൊരു ജോലി മേടിച്ച് തരണം, ബോറടിയും വിഷമവും ടെൻഷനൊക്കെ മാറ്റാമെന്ന് പറയും. ഞാൻ ഏറ്റവും എന്ന് പറയും. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് തന്നാൽ മതി 2 മാസത്തിനുള്ളിൽ, അത് ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സുധീഷ് വാക്ക് കൊടുക്കണ്. ചതിയനായ സുധീഷിൻ്റെ മുഖം മൂടി എന്തായാലും നമ്മുടെ നിധിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിനുശേഷം കൂട്ടുകാരനെ സംഘടിപ്പിച്ച് അയാളോട് പറയുന്നു, നമ്മുടെ നിധിക്ക് ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ജോലി കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഇൻ്റർവ്യൂവിന് നിൻ്റെ കമ്പനിയിലേക്ക് ഒന്ന് വിളിക്കണം, എന്നിട്ട് ജോലി കൊടുക്കണ്ട, അത് പിന്നെ അറിയിക്കാമെന്ന് പറഞ്ഞാൽ മതി പ്ലീസ് എന്നൊക്കെ പറയും. അങ്ങനെ ആ കൂട്ടുകാരൻ അതൊക്കെ സമ്മതിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അത് ഒരു വശത്ത് വീണ്ടും പിന്നെ നിധിനെ ചതിക്കാൻ നോക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ എങ്ങനെയോ നമ്മുടെ സുഭാഷ് ഏട്ടൻ്റെ സൈറ്റിലേക്ക് നിധി ചെല്ലണ്. അങ്ങനെ സുഭാഷ് ഏട്ടൻ വെറും ഒരു പണിക്കാരനായിട്ട് ആ വേഷം കണ്ടപ്പോൾ ശരിക്കും ചങ്ക് തകർന്നു പോകണ് നിധിയുടെ. അപ്പോൾ തുറന്ന് പറയാണ്ട് ഒരു നിവൃത്തി ഉണ്ടായില്ല ആ പാവത്തിന്. അങ്ങനെ ആ പാവം പറയുന്നു, ഞാൻ വെറും ഒരു തൊഴിലാളിന് മോളെ, കല്ലും മണ്ണും ചോക്കുന്നൊരു സാധാരണ മനുഷ്യന്, ഞാൻ അത് എൻജിനീയറും മറ്റുള്ളതൊന്നുമല്ല, അങ്ങനെ തുറന്ന് പറയും. അങ്ങനെ സുധീഷിൻ്റെ എല്ലാ ചതികളും നമ്മുടെ നിധിയുടെ മുന്നിൽ തെളിയുന്നു. അങ്ങനെ സുധീഷ് നിധിയുടെ അടുത്തേക്ക് ചെല്ലണം, പറയും നിങ്ങളൊരു ചതിയനാണ്, ഞാൻ വിചാരിച്ചതിനും അപ്പുറമാണ് നിങ്ങൾ ഞാൻ വിചാരിച്ചൊരു മനുഷ്യനല്ല, എനിക്ക് നിങ്ങളെ കാണണ്ടെന്നൊക്കെ പറഞ്ഞ് നിധി ഇറങ്ങിപ്പോകും. എന്നിട്ട് ഒരു പാർക്കിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു ആൽത്തറയിലിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സുധീഷ് ഇങ്ങനെ എല്ലായിടത്തും അന്വേഷിച്ച് ടെൻഷനോടെ നടക്കുന്നത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം വീട്ടിലേക്ക് ചെല്ലും. അപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ സുഭാഷ് പറയുന്നുണ്ട്. ഇങ്ങനെ മുന്നിൽ വന്ന് പെട്ടപ്പോൾ എല്ലാം പറയേണ്ടി വന്നെന്ന് പറയുമ്പോൾ അനിയത്തിയോടുള്ള സ്നേഹം അങ്ങോട്ട് നിങ്ങൾക്ക് ഒഴുകി, എന്നിട്ട് അനിയനെ ചതിച്ച് നോണ പറഞ്ഞു എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് ഞാൻ അവളുടെ മുന്നിൽ കള്ളനായി എന്ന് പറഞ്ഞത് മാത്രമല്ല, ആ പാവം സുഭാഷിൻ്റെ കാരണക്കുറ്റി നോക്കിയൊന്ന് അടിക്കിനെ. ബാക്കിയുള്ള അനിയന്മാരൊക്കെ ആകെ ഞെട്ടി പോകണ്. ഇവൻ ഇത്രയ്ക്ക് ക്രൂരനാവെന്ന് വിചാരിച്ചില്ല. അന്ന് തുടങ്ങി അമ്മ ഇല്ലാത്ത നാൾ തുടങ്ങിയ അനിയന്മാരെ നോക്കിയിട്ട് ആ പാവത്തിന് കിട്ടിയ അടി മറ്റു 2 അനിയന്മാർക്ക് സഹിക്കാൻ പറ്റാത്തതായിരുന്നു. കെട്ടിപ്പിടിച്ച അനിയന്മാർ ചേട്ടനെ കെട്ടിപ്പിടിച്ച് കരയുന്നതും മറ്റൊരു അനിയൻ വല്ലാത്ത വിഷമത്തോടെ ഇരിക്കുന്നതൊക്കെ ഇനി പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത്. എന്തായാലും അടുത്ത ആഴ്ചയിലത്തെ പ്രൊമോ ഭാഗമാണ് കാണിച്ചേക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.